ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു സ്നാക്സ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ട് ഉണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അരി ഉഴുന്നും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 1 കപ്പ് അരി എടുത്തുകൊണ്ടാണ് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ ഉഴുന്നും കൂടെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പം മുഴുവനായിട്ട് തന്നെ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകമാണ്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളറ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 2-3 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് അതിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് തേങ്ങാക്കൊത്തും ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് കൂടുതൽ എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പലഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ
തേങ്ങാക്കൊത്തൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയുള്ളി അതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അതും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കേക്ക് ടിന്നിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ പലഹാരമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതപ്പോൾ നമ്മുടെ പലഹാരം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.